ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെൻറ്റി ടോയ്സ് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് തന്നു. ആ ഫ്രീ ഗിഫ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനും അതൊന്ന് പരിചയപ്പെടുത്താനുമാണ്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്നും ഇതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്തതെന്നും ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഈ പാക്കിംഗ് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. വളരെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ മോഡൽ അവർ പാഴ്സൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെൻറ്റി ടോയ്സ് തന്നെ അവരുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നൊരു മോഡലാണെന്ന് പറഞ്ഞു. ഇത് 1:15 സ്കെയിലാണ്. ഇത് 3+ ഏജ് എന്നാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. 3+ ഏജ് മുതൽ എല്ലാവർക്കും ഇത് നമുക്ക് അത് കളക്ട് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. കൊള്ളാം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ഇത് നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. ആ ഒരു ക്വാളിറ്റി നമ്മളിത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ലുക്കിൽ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് വളരെ ഡീറ്റെയിലിങ്ങിലാണ്, വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡീറ്റെയിലിങ്ങിലാണ്. കണ്ടോ, ഇത് 2 എക്സ്ട്രാ പെട്രോൾ ടാങ്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈൻ വെച്ചിട്ടുള്ള 2 എക്സ്ട്രാ ടാങ്ക് വരുന്നുണ്ട്. അടിപൊളി, സൂപ്പർ മെറ്റീരിയലും ഇതിൻ്റെ ക്വാളിറ്റി. പ്ലാസ്റ്റിക്കാണ്, ABS പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതിൻ്റെ പുറകിലും ഫ്രണ്ടിലും എല്ലാം നമ്മളൊന്ന് ആകെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടാങ്കിനോടൊപ്പം തന്നെ ഒരു പുൾ ബാക്ക് മെക്കാനിസം അവർ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ വെച്ചാൽ മതി. അത് നല്ലൊരു ഓപ്ഷനാണ്. അത് അവർ അതിൻ്റെ കൂടെ പിടിപ്പിച്ച് വെക്കാത്തത്. സാധാരണ എല്ലാ മോഡലിലും ആ പുൾ ബാക്ക് മെക്കാനിസം അതിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഓപ്ഷനാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ ഹാൻഡിലൊക്കെ തിരിക്കാനും എല്ലാം പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിലൊക്കെ മൂവബിളാണ്. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പുള്ള മോഡൽസിലൊക്കെ ഹാൻഡിൽ ഒക്കെ ഇത്രയും ഒരു ഭംഗിയിൽ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. വീലൊക്കെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണുണ്ട്. വീലൊക്കെ നല്ല ഫ്രീ ആയിട്ട് വീലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. ഡിസ്ക് അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിങ്ങും ആ ഒരു സൈലൻസറിൻ്റെ ഡീറ്റെയിലിങ്ങും അങ്ങനെ ഓരോ ഡീറ്റെയിലിങ്ങും ഇതിൽ ഭയങ്കരമായിട്ട് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കൊള്ളാം. ഒരു ഗുഡ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അവർ ഇറക്കിയതിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. ആ ഫ്രണ്ടിൽ ആ ചെറിയൊരു ഡീറ്റെയിലിങ് വരെ ആ നമ്മുടെ ആ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലുള്ള ചെറിയൊരു ഷെയ്ഡ് വരുന്ന ആ ഒരു ഡീറ്റെയിലിങ് വരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റ് അങ്ങനെയുള്ള എല്ലാം ഒരു ക്വാളിറ്റിയിൽ. ഈ സൈഡിൽ ഈ ഷോക്കിൻ്റെ ആ ഒരു ഇതിൽ ഒരു ലേഡീസ് ഹാൻഡിൽ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് 2 സൈഡിലും ലേഡീസ് ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. കൊള്ളാം. നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സെൻറ്റി ടോയ്സ് കണ്ടോ, ഇതിൻ്റെ അടിയിൽ ആ ഒരു സെൻറ്റി ടോയ്സിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു അവരുടെ എല്ലാ പ്രൊഡക്റ്റിലും നമുക്ക് അതിൻ്റെ അടിയിൽ സെൻറ്റി ടോയ്സ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ അവർ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയ ബാഡ്ജിങ് കൊടുത്തിരിക്കും. ഇതിൻ്റെ എൻജിനും അതുപോലെ തന്നെ അതിൻ്റെ ബോക്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് സ്കെയിലിങ്, കറക്റ്റ് ആ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ പാർട്ടും നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ പാർട്ടിലുള്ള ഒരു ഡിസൈനുകളും അവരതുപോലെ തന്നെ ഇതിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈവൻ മിറേഴ്സ് ആണെങ്കിൽ പോലും ആ ഒരു ക്രോം ലുക്ക്, അതായത് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെയിൻ വർക്കിംഗ് അല്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഡിസൈൻ പക്ക ഒറിജിനാലിറ്റി ഇതിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുക്കുന്ന കാശിന് ശരിക്കും മുതലായുള്ള പ്രൊഡക്റ്റാണിത് എന്ന് നമുക്ക് പറയാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും ആരും കണക്കാക്കരുത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പുറകിലെ സസ്പെൻഷൻ വരെ അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയൊരു സസ്പെൻഷൻ. അടുത്തായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു സൈഡ് സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് വർക്കിംഗ് ആണ്. അത് മൂവബിളാണ്. സൈഡിലേക്ക് തട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡൽ മറിഞ്ഞു വീഴാതെയൊക്കെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്കിൽ മാത്രമേ സസ്പെൻഷൻ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ അങ്ങനെ സസ്പെൻഷനൊന്നും വരുന്നില്ല. എന്തായാലും പറ്റാവുന്ന അത്രയും ഡീറ്റെയിൽസ് അവരിതിൽ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്.
ഈ ടാങ്കുകളുടെ കൂടെ തന്നെയാണ് ഈ പുൾ ബാക്ക് മെക്കാനിസം വരുന്നത്. വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ദൂരി വെക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതില്ലാത്തതാണ് കാണാൻ ഭംഗി. നമുക്ക് ഇതിൻ്റെ കൂടെ 2 കളറിലാണ് ടാങ്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞു. ഒരെണ്ണം ഒരു പിസ്ത ഗ്രീനും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറുമാണ്. എല്ലാ പാക്കിലും ഈ 2 കളറുകളാണ് കേട്ടോ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ടാങ്ക് റീസെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ കാണുന്ന ഈ സൈഡ് ബോക്സിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇനി ആ ടാങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാങ്കും ഇളകി പോരും. അതുപോലെ തന്നെ ഈ ടാങ്ക് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കി മാറ്റിയിട്ട് മറ്റൊരു ടാങ്ക് അവിടെ ഇതുപോലെ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാങ്ക് നമുക്ക് അവിടെ ഉറപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇളക്കി മാറ്റിയ സീറ്റ് ആ ചെറിയ ഹോളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ലോക്കിൽ അതവിടെ ഇരുന്നോളും. കൊള്ളാം, വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇതുപോലെ റീസെറ്റ് ചെയ്ത് അടുത്ത കളർ വെച്ചിട്ട് ഈ വണ്ടി ഇതുപോലെ ആക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഡബിൾ സീറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സിംഗിൾ സീറ്റാക്കി ഈ വണ്ടി മാറ്റാനായിട്ട് സാധിക്കും. കണ്ടോ, ആ പില്യൻ സീറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ റൈഡറുടെ സീറ്റ് മാത്രമാക്കിയിട്ട് നമുക്കൊരു സിംഗിൾ സീറ്റ് വണ്ടിയായിട്ട് ഈ മോഡലിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊള്ളാം, അതും വളരെ എടുത്തു പറയത്തക്ക ഒരു നല്ലൊരു ഓപ്ഷനാണ്. വണ്ടിയുടെ ലുക്ക് മാറി തിരിച്ച് ഈ സീറ്റ് ഇതുപോലെ അതിൻ്റെ ആ ഹോളിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ വീണ്ടും ആവും. ഇനി ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നാഗ്രഹിച്ചൊരു കാര്യം, ഇതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളുകളോ ആക്സിലേറ്ററിൻ്റെ കേബിളുകളോ അങ്ങനെയുള്ള കേബിളുകളൊന്നും ഇതിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും കൊടുക്കുന്ന കാശിന് ഈ മോഡൽ വർത്താണ്, അടിപൊളിയാണ്. ഇനി നമുക്ക് ഈ മോഡൽ ഫ്രീ ആയിട്ട് കിട്ടാൻ കാരണം നമ്മൾ സെൻറ്റി ടോയ്സ് ഇന്ത്യയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയും അതുപോലെ തന്നെ അതിൽ ചിലതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ സെൻറ്റി മോഡൽ ടോയ് കളക്ടേഴ്സ് എന്ന ഗ്രൂപ്പിലിടുകയും അതിൻ്റെ അഡ്മിന്മാർ അത് സെൻറ്റി ടോയ് ഇന്ത്യയിൽ കാണിക്കുകയും ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മോഡൽ അവർ ഗിഫ്റ്റായിട്ട് അയച്ചു തരികയാണ് ചെയ്തത്. അതുകൊണ്ട് സെൻറ്റി ടോയ്സിനും സെൻറ്റി മോഡൽ ടോയ് കളക്ടേഴ്സ് എന്ന ഗ്രൂപ്പിനും അതിൻ്റെ അഡ്മിന്മാർക്കും പിന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.